Next we discuss about the second colligative property, depression of freezing point. Freezing point of a substance may be defined as the temperature at which the vapor pressure of the substance in its liquid phase is equal to its vapor pressure in the solid phase. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ലിക്വിഡ് ഫേസിൻ്റെ വേപ്പർ പ്രഷറും സോളിഡ് ഫേസിൻ്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. In other term, we can say that freezing point is the temperature at which the liquid begin to freeze. ഒരു ലിക്വിഡ് ഫ്രീസ് ചെയ്യാൻ, അതായത് വാട്ടർ ഐസ് ആവാൻ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണെന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് സോളിഡ് ആവുന്ന ആ പോയിന്റ്, ആ ടെമ്പറേച്ചർ, അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മളെന്താ, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ സംഭവിക്കുന്നതാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതൊരു ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും തമ്മിലുള്ള ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ടെമ്പറേച്ചറും വേപ്പർ പ്രഷറും, ടെമ്പറേച്ചർ എക്സ് ആക്സിസിലും വേപ്പർ പ്രഷർ വൈ ആക്സിസിലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. BC എന്ന് പറയുന്ന ഒരു സോൾവെൻറ്റ്, പ്യുവർ സോൾവെൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് ഗ്രാഫ് വെച്ച് നോക്കാം. ഈ സോൾവെൻറ്റ് എന്ത് ചെയ്യാണ്, ആദ്യം ലിക്വിഡ് ഫേസിലായിരുന്നു. ആ ലിക്വിഡ് ഫേസ് ആയിരുന്നത് B എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയപ്പോൾ, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിയപ്പോൾ അതെന്തായിട്ട് മാറാണ്, സോളിഡ് ഫേസിലേക്ക് ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഇവിടെ നോക്കുക. അറ്റ് പോയിന്റ് B ദ വേപ്പർ പ്രഷർ ഓഫ് ദി സോൾവെൻറ്റ് ഈസ് ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ദി സോളിഡ്. ശരിയല്ലേ? ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്, ഈ സോൾവെൻറ്റ് ലിക്വിഡ് ആയിരുന്നു, അതെന്തായി മാറി, സോളിഡായിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് എന്ത്, T0F, അതായത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി പ്യുവർ സോൾവെൻറ്റ്. ഇനി DE എന്ന് പറയുന്നത് സൊല്യൂഷനാണ്. ആ സൊല്യൂഷനിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉണ്ട്. നേരത്തെ സോൾവെൻറ്റിൻ്റെ കേസിൽ ആകെ സോൾവെൻറ്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഒന്നും അതിനെ ഹിൻഡർ ചെയ്യാനില്ല. അപ്പോൾ ഈ മോളിക്യൂൾസ് പെട്ടെന്ന് തന്നെ കുറച്ച് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ തന്നെ, ടെമ്പറേച്ചർ കുറച്ച് വരികയാണ് ഫ്രീസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ തന്നെ അവിടെ പെട്ടെന്ന് എന്തായി ചെയ്യും, സോൾവെൻറ്റ് മോളിക്യൂൾസ് ക്ലോസർ ആവും, ലാറ്റിസ് ഫോം ചെയ്യും, സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ സോളിഡിൻ്റെ വേപ്പർ പ്രഷറിന് ഈക്വൽ ആവും. പക്ഷേ സൊല്യൂഷനിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ലാറ്റിസ് ഫോം ചെയ്യാൻ പറ്റില്ല, മോളിക്യൂൾസിന് ക്ലോസറായിട്ട് വരാൻ പറ്റില്ല, കാരണം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് അതിനെ ഹിൻഡർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറേച്ചർ കുറച്ച് വീണ്ടും കുറച്ചും കൂടി കുറച്ച് കൊണ്ടുവരുമ്പോൾ മോളിക്യൂൾസ് വീണ്ടും ക്ലോസറായി വരും. അപ്പോൾ അങ്ങനെ പ്യുവർ സോൾവെൻറ്റിനെ അപേക്ഷിച്ച് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കുറച്ചും കൂടി കുറയ്ക്കണം. ടെമ്പറേച്ചർ കുറയും തോറുമാണ് അത് എന്ത് ചെയ്യുള്ളൂ, സോളിഡ് എന്ന് പറയുന്ന ഫേസിലേക്ക് ചേഞ്ച് ചെയ്യുള്ളൂ, സോളിഡിൻ്റെ വേപ്പർ പ്രഷറിനും ഈക്വൽ ആവുള്ളൂ. അതായത് D എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ മാത്രമാണ്, സൊല്യൂഷൻ്റെ കേസിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ളതുകൊണ്ട് D എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ മാത്രമാണ് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറും സോളിഡിൻ്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആവുള്ളൂ. ആ ടെമ്പറേച്ചറാണ് നമ്മൾ എന്ന് പറയുന്നത് TF, സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ T0F എത്രയായിരിക്കും, 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തതാണ് ഇത് DE അല്ലേ. അതിൻ്റെ TF എന്ന് പറയുന്നത് അപ്പം എത്രയായിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഏകദേശമാണ് പറയുന്നത് -3 ഡിഗ്രി സെൽഷ്യസ്. അത്രയും ടെമ്പറേച്ചർ കുറച്ചാൽ മാത്രമേ അതെന്തായിട്ട് മാറുള്ളൂ, ഫ്രീസ് ചെയ്യുള്ളൂ, അത് സോളിഡായിട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. ക്ലിയർ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കും, നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ കുറയുന്നു, അതായത് ഫ്രീസിംഗ് പോയിന്റിൽ ഡിപ്രഷൻ സംഭവിക്കുന്നു. ഈ ഡിപ്രഷൻ, ഈ ചേഞ്ച് ഉണ്ടാവുന്ന T0F TF ആയി ചേഞ്ച് ചെയ്തു, കുറഞ്ഞു. അതിനെ നമ്മൾ പറയുന്നത് ഡെൽറ്റ TF. ദാറ്റ് ഈസ് ഡെൽറ്റ TF ഈസ് ഈക്വൽ ടു എന്താ പറയുക, നമുക്ക് T0F മൈനസ് TF. കാരണം T0F ആണ് എന്ത്, വലുത്. TF അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വാല്യൂ ആണ്, നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ T0F മൈനസ് TF എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഡെൽറ്റ TF, ദാറ്റ് ഈസ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, അവിടെ സൊല്യൂഷനിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കാം. വെൻ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ദ വേപ്പർ പ്രഷർ ഡിക്രീസസ്. ഓക്കെ, ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് T0F ആണ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് TF ആണെങ്കിൽ ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു T0F മൈനസ് TF.
Delta TF is known as depression of freezing point. Delta TF is proportional to molality. Molality means molar concentration of non-volatile solute in the corresponding solvent. Okay. Then the proportional sign change ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? KF ആഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു കോൺസ്റ്റൻ്റ് ആണ് K. F എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റിന് കറസ്പോണ്ടൻസ് ആയതുകൊണ്ട് KF എന്ന് കൊടുത്തത്. ഡെൽറ്റ TF is equal to KF into M. Here KF is known as, ഈ KFന് പറയുന്ന പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റൻറ്റ്. മൊളാലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. അത് W1 W2ൻ്റെ ടേമിലാണ്. ഇവിടെ നമുക്കറിയാം സൊല്യൂട്ട് ബി ആയിട്ടും സോൾവെൻറ്റ് എ ആയിട്ടും നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ WB into 1000 ഡിവൈഡഡ് ബൈ MB into WA. ഇത് ഇവിടെ മൊളാലിറ്റിയുടെ സ്ഥലത്ത് പ്ലേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ TF is equal to KF into WB into 1000 divided by MB into WA. Then ഇതാണ് ഇക്വേഷൻ. നമുക്ക് ഇതിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാൻ? മോളാർ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. സോ MB is equal to KF into എങ്ങനെയാണ്? MB ഇങ്ങോട്ട് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഡെൽറ്റ TF MBയുടെ പ്ലേസിലോട്ട് വന്നു. അപ്പോൾ എന്താ വരിക? MB is equal to KF into WB into 1000 divided by delta TF into WA. ഈച്ച് ടേം നമുക്കറിയാം. MB മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, KF ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ്, WB weight of solute, WA weight of solvent, delta TF depression of freezing point. Okay, delta TF is equal to T0F minus TF. Clear? യൂണിറ്റ് ഓഫ് KF. KFൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് നോക്കുന്നത്. നമുക്കറിയാം ഈ ഇക്വേഷൻ പ്രകാരം, അതായത് KFൻ്റെ യൂണിറ്റ് ഇവിടെ ശ്രദ്ധിക്കാം. ഡെൽറ്റ TF is equal to KF into M ആണ് അല്ലേ? ഡെൽറ്റ TF is equal to KF into M ആണ് അല്ലേ? അപ്പോൾ KF is equal to എന്താ വരിക? ഡെൽറ്റ TF by M. എഴുതിക്കൂടെ? നമുക്കറിയാം ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് K ആണ്. മോളാലിറ്റിയുടെ യൂണിറ്റോ? മോൾ കിലോഗ്രാം ഇൻവേഴ്സ് ആണ്. ഇത് മോളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? അത് കെൽവിൻ മോൾ ഇൻവേഴ്സ് കിലോഗ്രാം. ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് യൂണിറ്റ് ഓഫ് KF. കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്. എങ്ങനെ മാറിയെന്ന് മനസ്സിലായല്ലോ? മോൾ കിലോഗ്രാം ഇൻവേഴ്സ് ആയിരുന്നു, മുകളിലേക്ക് പോകുമ്പോൾ കിലോഗ്രാം ഇൻവേഴ്സ് കിലോഗ്രാം ആയി, മോൾ ഇൻവേഴ്സ് ആയി. ഓക്കെ. അല്ലെങ്കിൽ കിലോഗ്രാം മോൾ ഇൻവേഴ്സിന് M ഇൻവേഴ്സ് എന്ന് എഴുതാം. ഇങ്ങനെയും എഴുതാം യൂണിറ്റ്. ഇങ്ങനെ എഴുതാൻ ഡൗട്ടുള്ളവർ ഇങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. രണ്ട് യൂണിറ്റ് എഴുതാം. കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് ഓർ K മൊളാലിറ്റി ഇൻവേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. KM ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് യൂണിറ്റ്. ഇനി KF മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, അതിനൊക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നാണ് നോക്കുന്നത്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? KFന് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? KF എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് പ്രൊഡ്യൂസ്ഡ്. എപ്പോഴാണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെൻ 1 mole ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ 1 kilogram ഓഫ് ദ സോൾവെന്റ്. 1 kilogram സോൾവെന്റിൽ 1 mole നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ് എന്ത് പറയുന്നത്? മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓഫ് എ സോൾവെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് പ്രൊഡ്യൂസ്. എപ്പോഴാണ് ഫ്രീസിംഗ് പോയിന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെൻ 1 mole ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ആഡഡ് ഓർ ഡിസോൾവ് ഇൻ 1 kilogram ഓഫ് ദ സോൾവെന്റ്. ഓക്കെ, അടുത്തത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് റിലേറ്റ് ചെയ്ത പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് വൺ, the normal freezing point of a nitrobenzene is 278.82 Kelvin. 0.25 molar solution of non-volatile solute in nitrobenzene causes lowering of freezing point by 2 degrees. Find the value of KF for nitrobenzene. The normal freezing point of nitrobenzene, that is നോർമൽ ഫ്രീസിംഗ് പോയിന്റ് മീൻസ് പ്യുവർ നൈട്രോബെൻസിൻ പ്യുവർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഫ്രീസിംഗ് പോയിന്റ്, അതായത് T0F. അത് T0 നൈട്രോബെൻസിൻ എത്രയാണ്?
278.82 കെൽവിൻ. അതാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. T0F is equal to 278.82 കെൽവിൻ. ഓക്കെ. മൊളാലിറ്റി, സൊല്യൂഷൻ്റെ മൊളാലിറ്റി 0.25 മൊളാൽ സൊല്യൂഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്മോൾ ലെറ്റർ എം, മൊളാലിറ്റി is equal to 0.25. എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കണം? ഫൈൻഡ് ദ വാല്യൂ ഓഫ് KF. KF ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മൊളാലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അത് ΔTF is equal to KF into M. ഇതിന് KF ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? ΔTF ഡിവൈഡഡ് ബൈ M. അതിനാദ്യം ΔTF കണ്ടുപിടിക്കണം. ΔTF എങ്ങനെ കണ്ടുപിടിക്കുക? T0F മൈനസ് TF അല്ലേ? T0F മൈനസ് TF. അതിന് മുമ്പ് ഇവിടെ തന്നിട്ടുണ്ട് 0.25 molar solution of non-volatile solute in nitrobenzene causes lowering of freezing point by 2 degrees. Freezing point depression of freezing point എത്രയാണ്? 2 degree Kelvin freezing point ഡിക്രീസ് ചെയ്തു. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ΔTF ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 2 Kelvin. എന്നൊക്കെ തന്നിട്ടുണ്ട്. T0F മൊളാലിറ്റി ΔTF തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ΔTFും എമ്മും കിട്ടിയിട്ടുണ്ട്. KF ഫൈൻഡ് ഔട്ട് ചെയ്യാം. KF is equal to ΔTF by M. 2 divided by 0.25 is equal to 8 km ഇൻവേഴ്സ് അല്ലെങ്കിൽ കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. An aqueous solution of an organic compound containing 0.6 gram in 21.7 gram of water freezes at 272.187 Kelvin. Calculate the molecular mass of the organic compound. KF of water is equal to 1.86 degree per molar. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് നമുക്ക് എഴുതാം. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ്? കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് MB ആണ്. MB ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കണ്ടെയ്നിങ് WB തന്നിട്ടുണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് എത്ര ഗ്രാം ആണ്? 0.6 ഗ്രാം. ദെൻ WA തന്നിട്ടുണ്ട്. സോൾവെൻറ്റ് തന്നിട്ടുണ്ട്. എത്ര വാട്ടറിലാണ്? 21.7 ഗ്രാം വാട്ടറിലാണ്. ഫ്രീസസ് അറ്റ് 272. സൊല്യൂഷൻ്റെ തന്നിട്ടുണ്ട്. അതായത് TF തന്നിട്ടുണ്ട് 272.187 കെൽവിൻ. വാട്ടർ ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്യുവർ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? പ്യുവർ വാട്ടർ T0F വാട്ടർ നമുക്കറിയാം ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ കെൽവിനിൽ നമ്മൾ എന്താ പറയുക? 273 കെൽവിൻ ആണ്. T0F എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. അപ്പോൾ ΔTF എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? ΔTF is equal to 273 minus 272.187 is equal to 0.813 Kelvin. ΔTF is equal to 273 minus 272.187 എന്ന് പറഞ്ഞാൽ 0.813 കെൽവിൻ. ΔTF കിട്ടി. ഇനി നമുക്ക് എന്താണ്? KF തന്നിട്ടുണ്ട്. KF ഓഫ് വാട്ടർ തന്നിട്ടുണ്ട് 1.86 തന്നിട്ടുണ്ട്. ദെൻ വാട്ടറിൻ്റെ MA അറിയാം. MA is equal to 18 ആണ്. MAയുടെ ആവശ്യമില്ല ഇവിടെ. ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ MB is equal to 1000 into KF into WB divided by ΔTF into WA. അങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി മറിച്ച് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. 1000 അറിയാം. KF WB എല്ലാം ഇതിലുണ്ട്. ΔTF ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. T0F മൈനസ് TF വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. WA സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ട ആവശ്യമില്ല. അപ്പോൾ കണ്ടുപിടിക്കാം നമുക്ക്. ഇത്രയും മോളാർ മാസാണ് സൊല്യൂട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക കേട്ടോ. അടുത്ത പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് 0.01 മോളാർ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ. KF is equal to 1.86 കെൽവിൻ M ഇൻവേഴ്സ്. അതായത് ഫ്രീസിംഗ് പോയിന്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. മൊളാലിറ്റി തന്നിട്ടുണ്ട് 0.01 മോളാലാണ്. KF തന്നിട്ടുണ്ട് 1.86 ആണ് തന്നിരിക്കുന്നത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ നമുക്ക് ഡെൽറ്റ ടി എഫ് എന്ന് പറയണത് എങ്ങനെ കണ്ടുപിടിക്കാം? കെ എഫ് ഇൻറ്റു എം കണ്ടുപിടിക്കാം. 1.86 ഇൻറ്റു 0.01 യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെൽറ്റ ടി എഫ് കിട്ടും. ഇനി വാട്ടറിലാണുള്ളത്. അപ്പോൾ T0 എഫ് എന്തായിരിക്കും? പ്യുവർ വാട്ടർ 273 കെൽവിനാണ്. അപ്പോൾ ഈ ഡെൽറ്റ ടി എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി നമുക്ക് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? T0 എഫ് മൈനസ് ടി എഫ് ആണ്. അപ്പോൾ ടി എഫ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ടി എഫ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ടി എഫ് ഇസ് ഈക്വൽ ടു T0 എഫ് മൈനസ് ഡെൽറ്റ ടി എഫ്. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കുക. ടി എഫ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ്റെ ഫ്രീസിങ് പോയിൻ്റ് ആണ്. അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. T0 എഫ് 273 കെൽവിനാണ്. ഡെൽറ്റ ടി എഫ് ചെയ്യുമ്പോൾ ടി എഫ് കിട്ടും. അങ്ങനെയാണ് അത്രയും കെൽവിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക കേട്ടോ.